നമസ്കാരം. റായൻ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച തിയേറ്ററുകൾ റിലീസായ സിനിമയാണ്. ധനുഷിൻ്റെയും അവർ 3 സഹോദരങ്ങളുടെയും ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി ടൗണിലോട്ട് പോകണമെന്നും പറഞ്ഞ് പോകുന്നു. വൈകുന്നേരം വരും, പിള്ളേരെ നോക്കിക്കോണമെന്ന് പറഞ്ഞ് ധനുഷിനെ ഏൽപ്പിച്ചിട്ട് അവർ യാത്രയാവുകയാണ്. 2 ദിവസമായിട്ട് അവരെ കാണുന്നില്ല. പിന്നെ അവിടുന്ന് അവരെങ്ങോട്ട് പോയെന്നറിയാതെ തൻ്റെ സഹോദരങ്ങളെയും കൂട്ടി നാട് വിട്ടു പോവുകയാണ് ധനുഷ്. പിന്നെ വന്ന് എത്തപ്പെടുന്ന സ്ഥലത്ത് കിട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് പിള്ളേരെ വളർത്തി വലുതാക്കുന്നു. അത്ര സ്നേഹമാണ് ഈ സഹോദരങ്ങളോട്. പക്ഷേ അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് സിനിമയുടെ ഒരു പ്രധാന ഇതിവൃത്തം. ഇവർ വന്ന് താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ്. അവിടെ 2 ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ ഒരു ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുടെ ഒരു നടുവിലാണ് ഈ പിള്ളേർ വളർന്നു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റിലൂടെയൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ജീവിതം അതുപോലെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിക്കല്ല അത് മുന്നോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായ പല സംഭവങ്ങളുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കഥയുടെ ഒരു പോക്കും. ഗാങ്സ്റ്റർ മൂവി അല്ലെങ്കിൽ ഒരു വയലൻസ് മൂവിയായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. മനോഹരമായിട്ട് ധനുഷ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് എക്സലൻ്റായിട്ട് റഹ്മാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ല വാല്യൂ ഉണ്ട്. ഒന്നും വെറുതെ ഒരു പേരിന് വന്നു പോകുന്ന ലെവലിലേ അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനും കഴിഞ്ഞു. 18+ മൂവിയാണ്. ബിക്കോസ് ഫുൾ ആൻഡ് ഫുൾ വയലൻസ് ആണ്. വെട്ടും കുത്തും അടിയിടിയും ബഹളമൊക്കെ തന്നെയാണ് സിനിമയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഓർത്തിട്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുക. എനിക്ക് മൊത്തത്തിൽ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ സിനിമയുണ്ട്, കാണുക, നിങ്ങൾ വിലയിരുത്തുക.